Assalamu alaikum wa rahmatullahi wa barakatuh. Respected dignitaries of the dais, esteemed panelists, dear participants and friends. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ പല ആസ്പെക്ട്സിൽ ഈ ലൈഫ് ജീവിക്കുന്നുണ്ട്. നമ്മൾ ജനിച്ചു വീഴുന്നത് ഒരു ഫാമിലിയിലേക്കാണ്. അതിനുശേഷം നമ്മൾ സോഷ്യലൈസ്ഡ് ആവുന്നു, നമ്മളൊരു സോഷ്യൽ ലൈഫ് ലീഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾക്ക് പേഴ്സണൽ ഇൻട്രസ്റ്റുകൾ വരുന്നു, നമ്മളൊരു പേഴ്സണൽ സ്പേസ് നമ്മുടെ ഫാമിലിയിലായാലും സോഷ്യൽ ലൈഫിലായാലും കണ്ടെത്തുന്നു. പിന്നീട് പഠിച്ച് വളർന്ന് വലുതായി കഴിയുമ്പോൾ നമ്മൾക്കൊരു ജോലിയായി കഴിയുമ്പോൾ നമുക്കൊരു പ്രൊഫഷണൽ ലൈഫ് ഉണ്ടാവുന്നു. സോ ബാലൻസിങ് ഓൾ ദീസ് ആസ്പെക്ട്സ് ഇൻ അവർ ലൈഫ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന തലമുറ എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ പാരൻസിനെ എടുത്തു കഴിഞ്ഞാൽ അവരതെല്ലാം വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോയിട്ടുള്ളവരായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു ജനറേഷനെ എടുത്ത് കഴിയുമ്പോഴത്തേനും മെജോറിറ്റി പറയുന്ന ഒരു അഭിപ്രായമുണ്ട്, എനിക്ക് സ്വന്തമായിട്ടൊരു ജോലി ആയി കഴിഞ്ഞാൽ, എനിക്കൊരു പ്രൊഫഷണൽ ലൈഫായി കഴിഞ്ഞാൽ, എനിക്കൊരു പേഴ്സണൽ ലൈഫ് ഉണ്ടെങ്കിൽ ഫാമിലി ലൈഫിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല എന്നുള്ളത്. സോ ഇതേക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ ദ ഇമ്പോർട്ടൻസ് ഓഫ് family life and how to balance it with our personal and professional life. So we have with us today a panel consists of esteemed couples and who are medical practitioners. So let me start with my first question to Dr. Naufal and his spouse Dr. Husna. So sir, you are a senior neurosurgeon at MIMS Calicut and ഈ ഒരു ഡിമാൻഡിങ് കരിയറിലിരിക്കെ എങ്ങനെയാണ് ഈ ഒരു ബിസി സ്കെഡ്യൂളിൽ ഫാമിലി ലൈഫും അതുപോലെ റെസ്പോൺസിബിലിറ്റീസും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്, ആൻഡ് വാട്ട് സ്ട്രാറ്റജീസ് യു ആർ ഡൂയിങ് ഫോർ ദാറ്റ്? അസ്സലാമു അലൈക്കും. ഡിമാൻഡിങ് കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളാണ് ഓരോ കരിയറും അത് ഡിമാൻഡിങ് ആണ്, അത് ബിസിയാണ് എന്ന് പറഞ്ഞാക്കുന്നത്. ഒരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഏത് കരിയറും നമ്മൾ തന്നെയാണ് അത് തിരക്കേറിയതാക്കുന്നതും തിരക്കല്ലാത്ത രീതിയിലാക്കുന്നതും. ഇപ്പം നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഒരു തിരക്ക് പിടിച്ച അല്ലെങ്കിൽ സമയമുള്ള ആളുകളുടെ അടുത്ത് ഒരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൂടുതൽ പണി എടുക്കുന്ന ആൾക്ക് ഒരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാളത് പൂർണ്ണമായിട്ടും പൂർത്തിയാക്കുന്നു. ഇനി സമയമില്ല എന്ന് പറയുന്ന ആളുകളുടെ അടുത്തേക്ക് നിങ്ങൾ എന്ത് തന്നെ, അല്ലെങ്കിൽ ഒരു വർക്കും പൂർത്തീകരിക്കാത്ത ഒരാളുടെ അടുത്ത് നിങ്ങൾ എന്തൊക്കെ കൊടുത്താലും അയാൾക്കത് ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമ്മൾ എല്ലാം ഇപ്പോൾ ഏറ്റവും തിരക്ക് പിടിച്ച ഒരാൾക്ക് എന്ത് ജോലി കൊടുത്താലും അയാളത് പൂർത്തിയാക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ബിസിയാണ് എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അതെല്ലാവരും ഒരു ആപേക്ഷികമായിട്ട് നമ്മളിങ്ങനെ നമ്മളെ തന്നെ ഒരു ഇതാക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്കെന്നും തോന്നിയിട്ടുള്ളത്. പിന്നെ ഫാമിലി ലൈഫ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഫാമിലി ലൈഫും പ്രൊഫഷണൽ ലൈഫും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അതിലൊരു ഏതിനാണ് കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലി ലൈഫിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് അവസാനമായി പരലോകത്തൊരു പ്രതിഫലം കിട്ടുന്ന ഒരു സംഗതിയാണ് എന്നുള്ള നിലക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിരക്കുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒരു നേരമെങ്കിലും ഭക്ഷണം ഒന്നിച്ചിരുന്ന് കഴിക്കാനും, അതുപോലെ ഒരു നേരമെങ്കിലും നമ്മളൊരു നിസ്കാരം ഒന്നിച്ച് നിസ്കരിക്കാനും നമ്മൾ ക്വാളിറ്റി ഉള്ള ഒരു സമയം കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ജോലി റെസ്ട്രിക്റ്റ് ചെയ്യാനും, നമ്മുടെ ജോലിയിൽ തന്നെ നമ്മുടെ ചില സംഗതികളെങ്കിലും മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെയും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏതൊരു ജോലിയെയും നമുക്ക് ഒരു തിരക്കില്ലാത്ത ജോലിയാക്കാൻ പറ്റുന്നൊരു സംഗതി. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ ഒരു ടീം ബിൽഡിങ്ങിൽ വിശ്വസിച്ച് നമ്മുടെ ഏതൊരു ജോലി ചെയ്യുന്നതും, ഇപ്പോൾ ഞങ്ങൾ ന്യൂറോ സർജറി ചെയ്യുന്നത് ഞങ്ങൾ 5 ഡോക്ടേഴ്സ് ഒന്നിച്ചൊരു ടീമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും നമ്മുടെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇറങ്ങി പോരാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഒരു ടീം ബിൽഡിംഗ് ആയിട്ട് തന്നെ വേണം മുന്നോട്ട് പോകാൻ. അങ്ങനത്തെ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനും പേഴ്സണൽ ലൈഫിനും ഫാമിലി ലൈഫിനും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ദാവത്യായിട്ടുള്ള കാര്യങ്ങൾക്കും എല്ലാത്തിനും നമുക്ക് സമയം കിട്ടും. ജസാക്കല്ലാഹ് ഖൈർ. ഹുസ്ന, ഡോക്ടർ ഹുസ്ന, ഇപ്പോൾ ഞാനൊരു പ്രാക്ടീസിങ് കൗൺസിലറാണ്. സോ എൻ്റെ അടുത്ത് കുറേ കേസസ് ഇതുപോലെ വരാറുണ്ട്. അപ്പോൾ അധികവും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യാണ്. ലൈക്ക് ഞാൻ എൻ്റെ റോൾസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ സ്പൗസ് അദ്ദേഹത്തിൻ്റെ റോൾസ് അല്ലെങ്കിൽ എൻ്റെ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല. സോ ആ രീതിയിൽ, കാരണം നിങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആയിട്ടുള്ളവരാണ്,
അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള തരത്തിലുള്ള കോൺഫ്ലിക്ട്സ്, ഇപ്പോൾ പാരൻസ് മീറ്റിംഗ് വരാം സ്കൂളിൽ കുട്ടികളുടെ കാര്യത്തിലായി, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് വരുമ്പോൾ ഒരാൾ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്? അപ്പോൾ ഒരു ഇപ്പോഴത്തെ തലമുറയിലുള്ള പാർട്ട്നേഴ്സിനോട്, ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസിനോട് എങ്ങനെയാണൊരു രണ്ടുപേരും ബിസി ആയിരിക്കെ എങ്ങനെ ആ ഒരു ലൈഫിനെ മാനേജ് ചെയ്യാമെന്ന് എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത്? അസ്സലാമു അലൈക്കും. അപ്പോൾ ഇസ്ലാമിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഇസ്ലാം എൻകറേജസ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ഫാമിലി മാറ്റേഴ്സ്. അതായത് കപ്പിളാവുമ്പോൾ ബോത്ത് ദ ലൈഫ് പാർട്ട്നേഴ്സ് ഷുഡ് കോൺട്രിബ്യൂട്ട് ടു ദ ഫാമിലി മാറ്റേഴ്സ് എന്നാണ്. അപ്പോൾ അത് നമ്മൾ അക്കോർഡിംഗ് ടു ദ എബിലിറ്റി, ചിലപ്പോൾ ഒരാൾ ഭയങ്കര ബിസി ഷെഡ്യൂൾഡ് ഒരു പ്രാക്ടീഷണർ ആവാം, മറ്റേ ആൾ അത്ര തന്നെ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലി മാറ്റേഴ്സ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഇപ്പോൾ കുട്ടികളെ പഠിത്ത കാര്യങ്ങൾ കൂടുതൽ നോക്കാൻ പറ്റുക ചിലപ്പോൾ വൈഫിനായിരിക്കാം, ചിലപ്പോൾ വൈഫ് ബിസി ആകുമ്പോൾ ഹസ്ബൻഡായിരിക്കാം. അപ്പോൾ ഹസ്ബൻഡ് ആ ഈഗോ കളഞ്ഞിട്ട് അത് ചെയ്യുക തന്നെ വേണം, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ്. ഫാമിലി ആണെങ്കിലും അതുപോലെ തന്നെ രണ്ട് പാർട്ട്നേഴ്സും അവനവൻ്റെ പ്രൊഫഷൻ, അതായത് നമ്മുടെ പാർട്ട്ണറിൻ്റെ പ്രൊഫഷണൽ ഗോൾസിനെ റെസ്പെക്റ്റ് ചെയ്യണം. അതായത് അവരുടെ പാഷൻ, അവരുടെ ഹോബി, അതുപോലെ അവരുടെ പ്രൊഫഷണൽ ഗോൾസും രണ്ടുപേരും തമ്മിൽ റെസ്പെക്റ്റ് ചെയ്യണം. ജോലി അതുപോലെ ഡിവൈഡ് ചെയ്യണം. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ് എല്ലാം ചെയ്തിരുന്ന ആളാണ്. അതായത് പ്രവാചകൻ നമുക്ക് ഉത്തമമായ മാതൃക കാണിച്ചു തന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ആ പ്രവാചക മാതൃക നമ്മൾ പിൻപറ്റാൻ ശ്രമിക്കണം. നമ്മുടെ ഡ്യൂട്ടീസ് പരസ്പരം ഷെയർ ചെയ്യുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. ജസാക്കല്ലാ ഖൈർ. ഡോക്ടർ ഫാസിൽ, കറണ്ട് ഇന്ത്യൻ മാരേജ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് 100 കപ്പിൾസിനെ എടുത്താൽ അതിൽ 1 മാരേജ് ഇസ് എൻഡ് അപ്പ് ഇൻ ഡിവോഴ്സ്. സോ ഇതിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? വൈ മാരേജസ് ആർ സോ ഡിഫിക്കൽട്ട് നൗഎഡേയ്സ്? അസ്സലാമു അലൈക്കും. ഡിവോഴ്സസ് ഇപ്പം 1% ആണ് നസീഹ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പിന്നെ ഒന്നാമത്തെ കാര്യം ആദ്യം പറഞ്ഞു, പ്രൊഫഷണൽ ലൈഫ് പറഞ്ഞു. ഈ സ്ത്രീകൾ ജോലി കയറി തുടങ്ങിയപ്പോൾ, സാലറീഡ് ആയപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അവർക്ക് വന്നു തുടങ്ങി. അതൊരു നല്ല കാര്യമുണ്ട് ആക്ച്വലി. ആദ്യമൊക്കെ പഴയ കാലത്തൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അതൊന്നും പുറത്തിയാറാൻ പറ്റില്ല. അപ്പോൾ അവർ സഹിച്ച് ക്ഷമിച്ച് അവിടെ നിൽക്കും. അങ്ങനെ വരുമ്പോൾ ഈ ഫിനാൻഷ്യൽ ഫ്രീഡം വന്നപ്പോൾ സ്വന്തം കാര്യം നോക്കാനും ഇനിയിപ്പോൾ ഒരു മക്കളെയും കൂടി ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കുറവുകൾ വരുമ്പം, വിഷമങ്ങൾ ഉണ്ടാകുമ്പം, സഹിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുമ്പം അവർ ഡിവോഴ്സിലേക്ക് പോകും. അപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം ചെറിയൊരു രീതിയിൽ ഡിവോഴ്സിലേക്ക് നയിക്കുന്നുണ്ട്. ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറയാം, അതൊരു മരുന്നാണ്. വളരെ എമർജൻസിയിൽ മാത്രം യൂസ് ചെയ്യേണ്ട, ഒരുപാട് സൈഡ് എഫക്ട്സുകളുള്ള, കോർമോർബിഡിറ്റീസ് ഉള്ള ഒരു സിറ്റുവേഷനാണ് ഈ ഡിവോഴ്സ്. അത്യാവശ്യ ഘട്ടത്തിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം സ്ത്രീകൾക്ക് പൊതുവേ അതൊരു പോസിറ്റീവ് സംഗതി ആണെങ്കിൽ പോലും ചില സിറ്റുവേഷൻസിൽ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു എനിക്ക് എല്ലാം പറ്റുമല്ലോ എന്ന രീതിയിൽ അവർ പുറത്തിയാടാറുണ്ട്. അങ്ങനെ ഒരു ഡിവോഴ്സിലേക്ക് എത്തുന്നതുണ്ട്. രണ്ടാമത്തത് കമ്മ്യൂണിക്കേഷനിലെ ഇഷ്യൂസ്. ഇപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതങ്ങനെ കൂടി ഒരു പൊതുവേ ആണുങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമല്ല. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ. അപ്പോൾ ഇത് കേൾക്കുന്ന ആണെങ്കിൽ ഇഷ്ടമല്ല. ഈ കേൾക്കാണ്ട് വരുമ്പം ഇവരുടെ ഇടയിലുള്ള ഇഷ്യൂസ് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാണ്ടിരിക്കും. അത് സ്വാഭാവികമായിട്ടും കുറേ കഴിയുമ്പം ഇത് കൂടി പൊട്ടിക്കഴിയുമ്പോഴാണ് ഈ ഹസ്ബൻഡ് ഇത്രയും സിറ്റുവേഷൻസ് ഇതിന് മാത്രം എന്തുണ്ടായിരുന്നു അയാൾക്ക് പറഞ്ഞുകൂടെ. കാരണം ഇതിനു മുമ്പൊന്നും ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അതങ്ങനെ ഇവഞ്ച്വലി ഒരു ഡിവോഴ്സിലേക്ക് എത്താം. രണ്ടാമത്തെ കാര്യം അൺമെറ്റ് എക്സ്പെക്റ്റേഷൻസ്. അതായത് ഒരുപാട് പ്രതീക്ഷകളിൽ വെച്ച് കല്യാണത്തിന് പോകുന്ന ഒരു മാരേജ് ലൈഫിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ. നമ്മളൊക്കെ എന്താ വെച്ചാൽ ഇപ്പം ഓരോരുത്തരും നമ്മൾ അനലൈസ് ചെയ്യില്ല. ഇന്നത്തെ കാലത്ത് ഒരാളെ ഒരു ലൈഫ് നമ്മൾ അനലൈസ് ചെയ്യുക സോഷ്യൽ മീഡിയ വഴിയാണ്. നമുക്കറിയാം, ഇപ്പം ഞാനും മുസ്ലിം ഡോക്ടറും സോഷ്യൽ മീഡിയ ഒരുപാട് ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒത്തിരി വീഡിയോസ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാറുണ്ട്. ഇപ്പം ഞങ്ങളൊരു ഫോട്ടോ ഞങ്ങൾ ഇടുകയാണെങ്കിൽ തന്നെ നല്ല ക്യാമറ, ഇപ്പം ഞങ്ങൾക്കൊരു കണ്ടൻസ് ആർട്ടിസ്റ്റ് ഉണ്ട്, പുള്ളി എടുത്ത ഫോട്ടോ ഒരുപാട് എഡിറ്റ് ചെയ്ത് വേറെ ഫിൽറ്റർ കൊടുത്ത് എന്നിട്ട് ലൊക്കേഷനൊക്കെ വെച്ചിട്ട് നമ്മൾ ഫോട്ടോ നമ്മൾ പോസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഫിൽറ്റർ ചെയ്ത് ഞങ്ങളുടെ ലൈഫാണ് ആൾക്കാർ കാണുക. എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പം എടുത്തൊരു റോ ഫോട്ടോ ഒന്നും ആരും നമ്മൾ സോഷ്യൽ മീഡിയ ഇടില്ലല്ലോ. ഇത് കാണുന്ന ആൾക്കാർ പൊതുവെ ഇവരിങ്ങനെയാണ് എപ്പോഴും. എനിക്ക് തോന്നുന്നു ഒരു 3 years മുമ്പ് പിന്നെ കാശ്മീർ ലഡാക്കാൻ ഒരു ചെറിയ ട്രിപ്പ് അടിച്ചിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ സ്റ്റാറ്റസ് വെച്ചു. അപ്പോൾ ഫാസ്റ്റ് ഡോക്ടർ ഒന്നും ട്രിപ്പാണ്. നമ്മളങ്ങനെ എടുത്തു വെച്ച്
ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവരൊന്നും ട്രിപ്പാണ്, ഇവർ എപ്പോഴും ഹാപ്പിയാണ്. അങ്ങനെ ഈ സോഷ്യൽ മീഡിയ വഴി ഇവർ ശ്രദ്ധിക്കപ്പെടുകയാണ്. എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊന്നും ഇല്ലല്ലോ, ഒരു ട്രിപ്പ് പോലും ഇയാൾ പോകുന്നില്ലല്ലോ, അയാളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസോ അയാൾക്ക് ഇതിന് പറ്റൂലൊന്നും ഒരു പക്ഷേ ഇവർ നോക്കിക്കൊള്ളുന്നില്ല. ഇത് ഇവഞ്ച്വലി ഇവരിൽ ഒരു വിഷമം ഉണ്ടാക്കും. ഈ വിഷമം ഒരു പക്ഷേ ഇങ്ങനെ എന്നെ ഇതിലൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞാൽ ആവില്ല ഇവർ പ്രകടിപ്പിക്കുക. മറ്റു പല കാര്യത്തിൽ വിഷമങ്ങളിടും. ഹസ്ബൻഡിനെ നല്ല രീതിയിൽ കെയർ ചെയ്യൂല. ഒരു പക്ഷേ തിരിച്ചും അങ്ങോട്ട് വരാട്ടോ, അത് രണ്ട് രീതിയിൽ ഇത് വരും. എന്നിട്ട് അത് ഇവഞ്ച്വലി എന്താണെന്ന് അറിഞ്ഞോളൂ, എനിക്ക് ഭയങ്കര വിഷമം, അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അയാൾ എനിക്ക് ഇഷ്ടാവുന്നില്ല, അയാൾ ചെയ്യുന്നൊന്നും ഇഷ്ടാവുന്നില്ല. ഇവഞ്ച്വലി അതും ഒരു ഡിവോഴ്സിലേക്ക് എത്താം. ഒന്നാമത്തെ കാര്യം സോഷ്യൽ മീഡിയ പറയുമ്പം പിന്നെ ഇതിൽ വരുന്ന ചതികളാണ്, ചാറ്റിങ്ങുകളാണ്. ചാറ്റിംഗ് ആൻഡ് സെക്സ്റ്റിംഗ് എക്സ്പെഷ്യലി ഇന്ന് വളരെ കോമൺ ആണ്. ആൾക്കാർ അതിന് യൂസ് ടു ആണ്. അങ്ങനെ ഒന്ന് ചാറ്റ് ചെയ്ത് എന്താ കുഴപ്പം? ഇവഞ്ച്വലി ചാറ്റിൽ നടക്കുന്നുള്ള ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്കൊന്നും പോകുന്നില്ലല്ലോ. അത് ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് അത് പോവാം. ഇനി പോയില്ലെങ്കിൽ പോലും ഇവർക്കിടയിലുള്ള ട്രസ്റ്റിനെ അത് ബാധിക്കും, നല്ല രീതിയിൽ അത് ബാധിക്കും. ഈ ട്രസ്റ്റിൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഗ്ലാസ് പോലെയാണ്. ഒരിക്കലും ക്രാക്ക് വീണാൽ പിന്നെ നമുക്കിങ്ങനെ ഒട്ടിക്കാനേ പറ്റുള്ളൂ. അത് ഇന്നും അവിടെ തന്നെ ഉണ്ടാവും. അത് മാറിക്കിട്ടാൻ ഭയങ്കര പണിയാണ്. അത് ഇവഞ്ച്വലി വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം ഇത് അതിലേക്ക് എടുത്തിടും. പ്രത്യേകിച്ച് ആണുങ്ങളാണ് പൊതുവെ ഇത്തരം സെക്സ്റ്റിങ്ങിലേക്ക് പോകാൻ. അപ്പുറത്ത് വേറൊരു പെണ്ണുണ്ട്, എന്നാലും ആണുങ്ങളാണ് കുറച്ചുകൂടി തെരുവ് രീതിയിലേക്ക് പോവുക. അതും അവരുടെ ട്രസ്റ്റിനെ ബാധിക്കും, ഡിവോഴ്സിലേക്ക് എത്താം. മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിലിപ്പം ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്ന ആളാണ്. ഫാമിലി കൗൺസിലിംഗ് ഒരുപാട് കേസസ് വരാറുണ്ട്. ഈ പാരൻസിൻ്റെ ഇടപെടലും വിഷമം ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഇപ്പം ഈ വൈഫിൻ്റെ ഉമ്മയാണെങ്കിലും ഇനിയിപ്പോൾ ഹസ്ബൻഡിൻ്റെ ഉമ്മയാണെങ്കിലും ഇവരുടെ കാര്യത്തിൽ ഓവറായിട്ട് ഇടപെടും. എന്തിനും ചോദിക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, അയാൾ അങ്ങനെ ചെയ്ത് അങ്ങനെ തന്നെ പറയണം, അമ്മമ്മയോട് നോ പറയണം, ചീത്ത പറയണം, അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ കേട്ട് നിൽക്കുന്നത്, ഇങ്ങനെ ആവശ്യമില്ലാത്ത ഇത് കൊടുത്ത് ഇവർ ഓവറായിട്ട് ഇടപെടുമ്പോഴും ഇവഞ്ച്വലി ഇവരുടെ ഇടയിൽ വിഷമം ഉണ്ടാകും. അത് ഇവർക്ക് താങ്ങാണ്ട് വരും. അതും ഡിവോഴ്സിലേക്ക് എത്തും. ഇതൊക്കെയാണ് ഇപ്പം ജനറലി കാണുന്ന ഡിവോഴ്സിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ. ഞാൻ ഡിവോഴ്സ് നേരത്തെ പറഞ്ഞു, അതൊരു മരുന്നാണ്. എമർജൻസി സിറ്റുവേഷനിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട് അതിന്. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണെങ്കിലും അത്തരം സിറ്റുവേഷനിൽ അത് യൂസ് ചെയ്യാകും. താങ്ക് യു ഡോക്ടർ മുഫ്സില. നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലായാലും ഇപ്പോൾ ക്യാമ്പസ് ക്യാമ്പയിനുകളിലായാലും ഒക്കെ കേൾക്കുന്ന ഒരു കോമൺ അഭിപ്രായമുണ്ട്. മാരേജിനെ കുറിച്ച് കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതായത് ലിവിങ് ടുഗെദറും അതേപോലെ തന്നെ സിറ്റുവേഷൻഷിപ്പും ഒക്കെയാണ് ഒരു ഫാമിലി റിലേഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ളത്. കാരണം ഫാമിലി ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു ലൈഫ് ലോങ് ബേർഡൻ ആണ് എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ നമ്മളുടെ കുട്ടികളുടെ ഇടയിൽ നിന്ന് വരാറുണ്ട്. അതേപോലെ തന്നെ മാരേജ് ഏറ്റവും ലേറ്റായിട്ട് മതി, എല്ലാം സെറ്റിലായിട്ട് മതി എന്നൊരഭിപ്രായം. സോ ഇതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അസ്സലാമു അലൈക്കും. ഞാൻ എൻ്റെ 21ാമത്തെ വയസ്സിൽ, അതായത് കോളേജിൽ ഫസ്റ്റ് ഇയർ ആയ സമയത്ത് കല്യാണം കഴിച്ച ഒരാളാണ്. അപ്പം രണ്ടാമത് പറഞ്ഞ കാര്യത്തിലാണ് ആദ്യം റിപ്ലൈ പറയുന്നത്. എല്ലാം കഴിഞ്ഞ് സെറ്റിലായിട്ട് കല്യാണം, ഫാമിലി, അത് മെഡിക്കൽ പരമായിട്ട് പറയുകയാണെങ്കിൽ പോലും അത് പോസിബിൾ അല്ല, പ്രാക്ടിക്കൽ അല്ല. മതപരമായിട്ടല്ല ഞാൻ പറഞ്ഞത്, മെഡിക്കൽ സയൻസ് പ്രകാരം പറയുകയാണെങ്കിലും അത് പ്രത്യേകിച്ച് ഗേൾസിന് കേട്ടോ. കാര്യം ഒരു ഫസ്റ്റ് 25 ഇയേഴ്സിൻ്റെ ഉള്ളിലെങ്കിലും ഫസ്റ്റ് ഡെലിവറി നടക്കുന്നതാണ് നമുക്ക് എന്തുകൊണ്ടും നല്ലത്. കാര്യം നമ്മൾ ഏജ് ആവുന്നതിനനുസരിച്ച് നമുക്ക് എഗ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കുറയും. അപ്പോൾ ഒരു ഫ്യൂച്ചർ അടുത്ത് നമ്മളൊരു കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പ്രത്യേകിച്ചും നമുക്ക് എല്ലാം സെറ്റിലായിട്ട് നമ്മൾ ഇതിന് നിൽക്കുമ്പോഴത്തേക്കും വളരെ ലേറ്റായി പോകും. കാര്യം ഇതൊന്നും നമുക്ക് റിവേഴ്സിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. നമ്മുടെ പ്രായത്തിന് നമുക്ക് പിന്നോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, എഗ് റിസർവിന് കാര്യങ്ങളൊന്നും നമുക്ക് പിന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് സെറ്റിലായിട്ട് എന്നുള്ളത് പോസിബിൾ അല്ല, പ്രാക്ടിക്കലും അല്ല. രണ്ടാമത്തേത് ചോദിച്ചത് ഈ സിറ്റുവേഷൻഷിപ്പ്, ലിവിങ് ടുഗദർ, അതിൽ റെസ്പോൺസിബിലിറ്റീസ് വരുന്നില്ല, ബേർഡൻ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ എല്ലാവരും എപ്പോഴും പറയാറുള്ളതും സെലിബ്രേറ്റ് ചെയ്യാറുള്ളതും. ആക്ച്വലി അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്കും നെഗറ്റീവും. അതായത് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് മാരേജ് അതിലുണ്ടെങ്കിൽ അതൊരു ലീഗൽ സപ്പോർട്ട് നമുക്കുണ്ട്, ഫാമിലി രണ്ട് സൈഡിലെയും ഫാമിലി സപ്പോർട്ട് നമുക്കുണ്ട്, റെസ്പോൺസിബിലിറ്റീസിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ്. അതേസമയം ഒരു സിറ്റുവേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ലിവിങ് റിലേഷൻഷിപ്പിലോ ആണെങ്കിൽ രണ്ടുപേർക്കും എപ്പോൾ വേണമെങ്കിലും യാതൊരു കണ്ടീഷൻസും ഇല്ലാതെ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകാം. അത് അപ്പുറത്തിരിക്കുന്ന ആൾ ടോക്സിക് ആണെങ്കിൽ കുഴപ്പമില്ലാണ്ട് ഇരിക്കാം, പക്ഷേ നല്ലൊരു ശതമാനം കേസസിലും പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ പ്രാക്ടീസിൽ ഡെയിലി ഞങ്ങൾക്ക് മിനിമം 4-5 കേസസ് അബോഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്യാറില്ല അത് വേറെ. അപ്പോൾ ഇതിലെല്ലാം വരുന്നത് ഒന്നുപോലും മാരീഡ് കപ്പിൾസ് അല്ല,
എല്ലാം ഈ പറഞ്ഞ സിറ്റുവേഷൻഷിപ്പ് ലിവിങ് ടുഗദർ ആളുകളാണ്. ഞങ്ങൾ അറിയാണ്ടായിപ്പോയതാണ്, അല്ലെങ്കിൽ ഇനി ഞങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഇല്ല, എന്തെങ്കിലും ചെയ്തു തരുമോ? അപ്പോൾ അത്തരത്തിലുള്ള ഹെൽത്ത് പരമായിട്ട് തന്നെ ഇതിന് പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത്തേത് STDs, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. ജനറ്റിക് വാച്ചിൻ്റെ കേസും OP വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. അതിൻ്റെയും ബേസിക് ആയിട്ടുള്ള റീസൺ അത് ഈവൻ മാരീഡ് കപ്പിൾസിൽ പോലും ഉണ്ട്. അത് ഒരുപക്ഷെ അവർക്ക് മുമ്പേ ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയതാകാം, നിലവിലുള്ള എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്സിൽ നിന്ന് കിട്ടിയതാകാം. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ അതിനുണ്ട്. പിന്നെ ഈ പെട്ടെന്ന് ഒരാൾ ഇട്ടിട്ട് പോകുമ്പം അതിന് നേരത്തെ ഫാസിൽ ഡോക്ടർ പറഞ്ഞ പോലെ ഡിവോഴ്സിനുള്ളത് പോലെ തന്നെയുള്ള സൈഡ് എഫക്ട്സ് അതിനുണ്ട്. അതിൽ ജെന്വിനായിട്ട് നിന്ന ഒരാൾ എന്തായാലും ഉണ്ടാവും. അയാൾ അത് ഫീമെയിൽ ആവാം മെയിലാകാം, അവരൊരുപാട് മെൻ്റൽ ട്രോമയിലൂടെ അവരും കടന്നു പോകേണ്ടി വരും. താങ്ക് യു ഡോക്ടർ. സോ ഇതിനെതിരെ നമ്മൾ തീർച്ചയായിട്ടും അവയർനെസ് കൊടുക്കേണ്ടതുണ്ട്. കുട്ടികളെ അതിലേക്ക് എത്തിക്കാത്ത രീതിയിൽ നമ്മൾ അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് ഈ കോൺസിക്വൻസസ് എല്ലാം ഡെഫിനറ്റ്ലി. സോ ഖദീജ ഡോക്ടർ, ഞാൻ ഫാസില ഡോക്ടർ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ചോദിക്കുന്നത്. സോ ഒരു ആപ്റ്റ് ഏജ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? മാരേജിന് ഇന്ന ഒരു സ്റ്റേജിൽ വിവാഹം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ബയോളജിക്കലി, അതുപോലെ മെഡിക്കൽ പെർസ്പെക്റ്റീവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ, ഡോക്ടറോട് ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, വളരെ യങ് ഏജിൽ വിവാഹം കഴിച്ച് വിവാഹ ജീവിതത്തിലേക്ക് കടന്ന ഒരാളാണ്, ബിഫോർ സ്റ്റഡീസ്, അതിനുശേഷമാണ് ഡോക്ടറായത്. സോ ഇത് പോസിബിൾ ആണോ? അത് എളുപ്പമാണോ ഈ ഒരു കരിയർ വിവാഹത്തോടൊപ്പം കൊണ്ടുപോവുക, സ്റ്റഡീസ് കൊണ്ടുപോവുക എന്നുള്ളത്? സോ എന്താണ് നമ്മളുടെ കുട്ടികളോട് പറയാനുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, എത്രയും ഒരു വിശാലമായ വളരെ സുന്ദരമായ ഒരു സദസ്സിലാണ് നമ്മൾ ഇന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു ഫാമിലി, അത് നമുക്ക് ആവശ്യമുണ്ടോ, അത് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, അതിന് സമയം എപ്പോഴാണ്, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളാണ്. ഇന്ന് കുട്ടികൾക്കിടയിൽ അവരുടെ വിവാഹം താമസിപ്പിക്കുക, അതായത് അവരുടെ പഠനം, അവരുടെ ജോലി, അവരുടെ ഉന്നത വിദ്യാഭ്യാസം, ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഫാമിലിയേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർ കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ കുറേ അങ്ങോട്ട് പിന്തിപ്പിക്കുക എന്നുള്ളൊരു പ്രവണത നമ്മളിന്ന് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. ഞാൻ കുറേ ഇവൾ പറഞ്ഞ പോലെ, നസീഹ പറഞ്ഞതുപോലെ, ഞാൻ കുറച്ച് നേരത്തെ കല്യാണം കഴിച്ച ആളാണ്. ഞാൻ നിങ്ങളെ എവരെയും പോലെ തന്നെ കല്യാണം എന്ന് പറയുമ്പോൾ, എൻ്റെ മാതാപിതാക്കൾ എന്നോട് കല്യാണം എന്ന് പറയുമ്പോൾ ഇതേ ആശങ്കകൾ എന്നെയും ബാധിച്ചിട്ടുണ്ട്. ഇത് പഠിക്കാൻ കഴിയുമോ, ഞാൻ മുന്നോട്ടെങ്ങനെ പോകും, എൻ്റെ സീനിയേഴ്സിലേക്ക് നോക്കുമ്പോഴും എൻ്റെ ജൂനിയേഴ്സിലേക്ക് നോക്കുമ്പോഴും ആരുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ല, കുട്ടികളുണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞാൻ എന്താവും എന്നൊരു വലിയ ആശങ്കയുമായിട്ട് തന്നെയാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്. ഞാൻ കല്യാണം കഴിയുന്നതോടുകൂടി എന്നെ സഹായിക്കാനും എനിക്ക് താങ്ങും തണലുമായി നിൽക്കാനും ഒരു ഹസ്ബൻഡിനെ കിട്ടിയപ്പോൾ, ഒരു കുടുംബത്തെ കിട്ടിയപ്പോൾ എൻ്റെ പഠനം അത് എളുപ്പമാവുകയാണ് എനിക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ജീവിത ശൈലി, അതായത് നമ്മൾ ഒരുപാട് സമയം നമ്മൾ വെറുതെ പാഴാക്കി കളയും. അതുകൊണ്ടാണ് നമുക്ക് സമയമില്ലാത്തത്. നമ്മളൊരു കല്യാണം ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുത്ത് നമ്മളൊരു കുടുംബജീവിതത്തിലേക്കൊക്കെ കടക്കുമ്പോൾ നമുക്ക് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ടാവും, ശരി തന്നെ. പക്ഷേ നമ്മൾ സഹായിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ നമ്മളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് ചെയ്തു തീർക്കും. നമുക്ക് ആ സമയം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടും. അതാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുക. അല്ലാതെ അങ്ങനെ ഒരു ഭയപ്പെടേണ്ട ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നസിയാറിനോട് ചോദിക്കേണ്ടായി, നമുക്ക് മെഡിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാനുള്ളൊരു ഏജ് എന്താണ്, നമ്മൾ എന്തിനാണ് നീട്ടി വെക്കുന്നത്, അതോ നേരത്തെ കഴിക്കേണ്ടതുണ്ടോ, ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ടല്ലോ. തീർച്ചയായിട്ടും മെഡിക്കലി അതിന് കൃത്യമായ ഒരു വിവരണമുണ്ട്. ഒരു പെൺകുട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു പെൺകുട്ടി
ആർത്തവ ആരംഭം മുതൽ തന്നെ അവളുടെ ശരീരത്തിൽ ഈസ്ട്രജൻ കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഈസ്ട്രജൻ്റെ അളവ് കൂടിക്കൊണ്ടാണ് അവളുടെ ശരീരം എപ്പോഴും ഉണ്ടാകുക. ഓരോ മാസവും അവൾക്ക് മാസമുറ ഉണ്ടാവുകയും അത് അങ്ങനെ തുടർന്ന് പോകുമ്പോൾ ഒരു 10-30 വയസ്സൊക്കെ ആകുന്ന സമയമൊക്കെ ആകുമ്പോഴേക്ക് ശരീരത്തിൽ മറ്റൊരു ഹോർമോണിന് സ്ഥാനമുണ്ടായിട്ടില്ലെങ്കിൽ, അതായത് ഗർഭധാരണം, മുലയൂട്ടൽ ഇതുപോലുള്ള ഒരു സന്ദർഭം വരുമ്പോഴാണ് നമുക്ക് പ്രൊജസ്ട്രോൺ എന്ന മറ്റൊരു ഹോർമോൺ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാതെ ഈസ്ട്രോജൻ തന്നെ കൂടി നിൽക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ അത് ശരീരത്തിന് ദോഷം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഇത് കാരണമാകുന്നുണ്ട് എന്നാണ്. അതുപോലെ തന്നെ അണ്ഡം ഉൽപ്പാദിപ്പിച്ച് ഗർഭപാത്രം ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ സജ്ജമാകുന്ന ഒരു പ്രായവുമുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്കൊരു 30 വയസ്സ് വരെ അത് നല്ല ആരോഗ്യമുള്ള, അതുപോലെ തന്നെ യാതൊരു പ്രയാസം, ഒരു ഗർഭധാരണത്തിന് വളരെ അനുയോജ്യമായ അണ്ടങ്ങളായിരിക്കും അവളുടെ ശരീരത്തിലുണ്ടാവുക. പക്ഷേ ഒരു 30 വയസ്സ് കഴിയുന്തോറും അത് ആ ഒരു കോശങ്ങൾക്കും പ്രായം ബാധിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ പല വൈകല്യങ്ങളും, ജനിതകമായ പല വൈകല്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അത് മാത്രമല്ല, പ്രായം കൂടുമ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യം കുറയും, പ്രസവിക്കാനുള്ള അതിനുള്ളൊരു ശക്തിയും ആ പെൺകുട്ടിക്ക് കുറഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്, എന്തിനാണ് പണം സമ്പാദിക്കുന്നത്? സമാധാനമായിട്ട് ജീവിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ 30, 35, 40 വയസ്സ് കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നത്, കുട്ടികൾ ഉണ്ടാകുന്നത് എങ്കിൽ, ഒരു ജനിതകമായ ഒരു വൈകല്യവുമായിട്ട് കിട്ടുന്ന ഒരു കുട്ടിയെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ എന്ത് സമാധാനമാണ് ആ ജീവിതത്തിനുണ്ടാവുക? ഇതെല്ലാം നമ്മൾ ആലോചിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും വിവാഹം ചെയ്യാൻ പെൺകുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയം ഒരു 30 വയസ്സിന് മുമ്പ് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൺകുട്ടികളെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ പറയേണ്ടത് ആവശ്യമില്ല, അവർക്ക് അത് ബാധിക്കുന്ന കാര്യവുമല്ല. പക്ഷേ പഠനത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ജോലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു വിവാഹവും ഫാമിലിയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടും അത് കൊണ്ടുപോവുക എന്നത് അത്രത്തോളം പ്രയാസമുള്ള ഒരു കാര്യമല്ല. ഇവിടെ ഇപ്പോൾ പറഞ്ഞു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണവും ഒക്കെ ഉണ്ടെങ്കിൽ എത്ര ഒരു വലിയ കാര്യം നമുക്ക് നല്ല നിലയിൽ കൊണ്ടുപോകാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഈ എൻ്റെ മുന്നിലിരിക്കുന്ന മക്കൾ മെഡിക്കൽ ഫീൽഡ് പഠിക്കുന്നവരുണ്ട്, മുതിർന്ന മക്കളുണ്ട്. ഇവർക്കെല്ലാം ഇത്തരം കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നല്ലൊരു ഫാമിലി വേണം എന്ന് ആഗ്രഹിക്കുന്നവരാകണം നിങ്ങൾ. കാരണം മരണം വരെ നമുക്ക് കൂടെ ഉണ്ടാകുക നമ്മളുടെ ഫാമിലിയാണ്. നമ്മളുടെ ജോലി നമുക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ അദ്ദുന്യ മതാഉൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ലോകം മുഴുവൻ നമുക്ക് വിഭവങ്ങളാണ്. എന്നാൽ ഒരു സ്വാലിഹത്തായ ഒരു പെണ്ണ് കൂടെ ഉണ്ടെങ്കിൽ ജീവിതം വളരെ സുന്ദരമായിരിക്കും. അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിഭവം. നമുക്ക് എല്ലാവർക്കും നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. അമീൻ, ജസാക്കല്ലാ ഖൈർ. ഡോക്ടർ നൗഫൽ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 കപ്പിൾസാണ് ഉള്ളത്. രണ്ടുപേരും സിമിലർ പ്രൊഫഷനിൽ നിന്നുള്ളവരാണ്. സോ ഈ സിമിലർ പ്രൊഫഷനിൽ നിന്ന് സ്പൗസിനെ സെലക്ട് ചെയ്തത് ഇൻറ്റൻഷനലി അങ്ങനെ വന്നതാണോ, അതല്ല കോയിൻസിഡൻഷ്യൽ ആയിരുന്നോ? അതല്ല ഈ സിമിലർ പ്രൊഫഷനിൽ നിന്ന് കല്യാണം കഴിക്കുന്നത് കൊണ്ട് ബെനിഫിറ്റ്സ് ഉണ്ടോ എന്നൊന്ന് പറയോ? അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ആലോചിക്കുകയാണെങ്കിൽ
ഇൻറ്റൻഷനലി ആണോ എന്ന് ചോദിച്ചാൽ ഞാനൊരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രൊഫഷണലായിട്ടുള്ള അല്ലെങ്കിൽ ഡോക്ടറായിട്ട് തന്നെ വേണം എന്നൊന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഉമ്മയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനം എടുത്തത്. ഒരു ഡോക്ടർ ആയതുകൊണ്ട് ഡോക്ടറായിട്ടുള്ള എൻ്റെ വൈഫ് വേണം എന്നുള്ളത് എൻ്റെ ഉമ്മാൻ്റെ ഒരു തീരുമാനമായിരുന്നു. അത് ഞാൻ അംഗീകരിക്കുകയും ചെയ്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ആൺകുട്ടിയെ സംബന്ധിച്ച് ആ ആൺകുട്ടിയുടെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന അവൻ്റെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും എല്ലാം അറിയുന്നത് ഉമ്മമാരാണ്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉമ്മ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കുട്ടിയെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും യോജിച്ചത്. കാരണം നമ്മളായിട്ട് സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ പോസിറ്റീവ് സ്ട്രെങ്ത്ത് മാത്രം കാണിച്ചിട്ടായിരിക്കും ഒരു ഫ്രണ്ട്ഷിപ്പ് വരുന്നതും അല്ലെങ്കിൽ ആ സെലക്ഷൻ വരുന്നതും. ഒരു വിവാഹ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ വീക്ക്നെസ്സുകളാണ്. നിങ്ങളുടെ വീക്ക്നെസ്സുകൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ, അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവർക്കും ഉണ്ടാവും, വീക്ക്നെസ് ഇല്ലാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല. അപ്പോൾ ഈ വീക്ക്നെസ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു വിവാഹ ജീവിതം ഏറ്റവും നന്നായിട്ട് പോവാൻ, അല്ലെങ്കിൽ ആ വീക്ക്നെസ്സിനെ ഒരു സ്ട്രെങ്ത് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു വൈഫ്, ഒരു ഇണ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യം. അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് നമ്മുടെ ഉമ്മമാർ അല്ലെങ്കിൽ ഉമ്മമാർക്കാണ് അത് കൂടുതൽ അറിയാം. അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം. എൻ്റെ ഒരു ഒപ്പീനിയൻ അതാണ്. അപ്പോൾ അങ്ങനെയാണ് സ്വന്തം പ്രൊഫഷണലിൽ നിന്നുള്ള ഒരാളെ സെലക്ട് ചെയ്യാനുണ്ടായ കാര്യം. പിന്നെ റിട്രോസ്പെക്റ്റീവിൽ ആലോചിക്കുമ്പോൾ അതിന് കുറേ ഗുണങ്ങളുണ്ട്, കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ സെയിം പ്രൊഫഷൻ തന്നെ വന്നു കഴിഞ്ഞാൽ, കാരണം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും മ്യൂച്വൽ റെസ്പെക്റ്റുമാണ് ഒരു വിവാഹ ജീവിതത്തിൻ്റെ ഏറ്റവും നിലനിൽക്കാൻ വേണ്ട, അല്ലെങ്കിൽ നല്ല രീതിയിൽ സന്തോഷകരമായി നിലനിൽക്കാൻ വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഘടകങ്ങൾ, ഈ മ്യൂച്വൽ റെസ്പെക്റ്റ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ഇതുണ്ടാവാൻ ഏറ്റവും നല്ലത് സെയിം പ്രൊഫഷൻ തന്നെയാണ്. കാരണം സെയിം പ്രൊഫഷനിലുള്ള ആളുകളാകുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾ ഇപ്പോൾ ഒരു ദിവസം രാത്രി പെട്ടെന്ന് പോകേണ്ടി വരുന്നു, ഒരു എമർജൻസി ആയിട്ട് പോകേണ്ടി വരുന്നു, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വൈഫിന് മനസ്സിലാവും. ഇപ്പോൾ ചില സമയത്തുണ്ടാവും, ഇപ്പോൾ എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു ട്രിപ്പിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് കോയമ്പത്തൂർ വെച്ചിട്ട് എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു. വൈഫും കുട്ടികളും മാത്രമായിട്ട് ഡൽഹിക്ക് പോകേണ്ടി വന്നു. നമ്മൾ ഡൽഹിക്ക് പോകാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതൊരു വേറൊരു പ്രൊഫഷനിലുള്ള ഒരാളാകുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസോ സംഗതികളോ അവർക്ക് പലപ്പോഴും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ ഒരു പരസ്പരമായിട്ട് മനസ്സിലാക്കാനും അതുപോലെ വിട്ടുവീഴ്ച ചെയ്യാനും ആ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സെയിം പ്രൊഫഷനിലുള്ള ആളുകൾ വിവാഹം ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡോക്ടർ ഹുസ്ന, ഞാൻ കണ്ടിന്യൂഷനായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇപ്പോൾ സിമിലർ പ്രൊഫഷനിലുള്ള ഒരാളെ നമ്മൾ കല്യാണം കഴിക്കുകയോ അല്ലാതിരിക്കുകയോ ആയിക്കോട്ടെ, എങ്ങനെയായാലും ഇപ്പോൾ അങ്ങനെ അല്ലാത്ത കപ്പിൾസും ഉണ്ടല്ലോ. സോ ഇവിടെ ഇപ്പോൾ സിമിലർ പ്രൊഫഷനിലാണെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് ആയാലും ഡിഫറെൻ്റ് ആയേക്കാം. സോ ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യുക? അതായത് ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻസ് വരാം, അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ ഇൻട്രസ്റ്റ് വരാം പാർട്ട്നേഴ്സ് തമ്മിൽ. സോ ഇതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ പാർട്ട്നേഴ്സ് പരസ്പരം മനസ്സിലാക്കണം എന്തൊക്കെയാണ് എൻ്റെ പാർട്ട്ണറിൻ്റെ ഇഷ്ടങ്ങൾ, അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ ഹോബീസ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കണം. അവരുടെ ഹോബീസിൽ ഒരു യു ഷുഡ് ഷോ എ സ്പെഷ്യൽ ക്യൂരിയോസിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ യുവർ പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള സമയവും സ്പേസും അവർക്ക് അനുവദിച്ചു കൊടുക്കുക. അപ്പോൾ അത് നമ്മുടെ ആ ഒരു ബോണ്ടിങ് കുറച്ചും കൂടിയും ഒന്നുകൂടി ഊഷ്മളമാക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. എൻ്റെ ഹസ്ബൻഡാണെങ്കിലും ഒരു ഫുട്ബോള് ബ്ലഡിൽ അലിഞ്ഞു ചേർന്ന ഒരു ജീവിയാണ്. എനിക്കാണെങ്കിൽ സ്പോർട്സിനോട് യാതൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല തുടക്കത്തിൽ. പക്ഷേ പിന്നെ എനിക്കും സ്പോർട്സിനോട് ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. എനിക്കും കുറേ പ്ലെയേഴ്സിനെ പറ്റി എനിക്കും അറിയാം, മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ അത് പിന്നെ ഓട്ടോമാറ്റിക്കലി എന്നിൽ ആ ഇൻട്രസ്റ്റ് ഉണ്ടായി തുടങ്ങി. അപ്പോൾ അതിന് ഞാൻ കുറച്ചും കൂടെ കുറച്ച് എഫേർട്ട് എടുത്ത് എനിക്ക് എൻ്റെ പാർട്ട്ണറിൻ്റെ ഇൻട്രസ്റ്റ് അറിയാൻ ശ്രമിച്ചതുകൊണ്ടാണ് എനിക്കത് പറ്റുന്നത്. അപ്പോൾ അതിലൊരിക്കലും ഒരു നെഗറ്റീവായിട്ട് ഞാൻ ഇൻ്റർഫിയർ ചെയ്യാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ട് അവർക്ക് അതിനുള്ള ടൈമും അതിനുള്ള ഇത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. സോ ഒരു സിമിലർ പ്രൊഫഷനിലായാലും അല്ലെങ്കിലും സിമിലർ ട്രെയ്റ്റ്സ് ഉള്ളവരായാലും അല്ലെങ്കിലും നമ്മൾക്ക് ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇഫ് വി ഹാവ് മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്.
ഇൻഷാല്ലാ. സോ ഡോക്ടർ ഫാസിൽ, ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. സോ ഞാനിപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മൾക്ക് ഒറ്റ ലൈഫുള്ളെങ്കിൽ നമ്മളതൊരു 4 ആസ്പെക്ട്സിൽ ജീവിക്കുന്നുണ്ട്. നമുക്ക് ഫാമിലി ലൈഫുണ്ട്, പേഴ്സണൽ ലൈഫുണ്ട്, സോഷ്യൽ ലൈഫുണ്ട് ആൻഡ് പ്രൊഫഷണൽ ലൈഫുണ്ട്. സോ ഇതിനെല്ലാം സിമിലർ ആയിട്ട്, അതായത് എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണോ, അതല്ല ഇതിലേതെങ്കിലും കൂടുതൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ഉണ്ടോ ഈ ലൈഫിൽ? അതേപോലെ ഇതിൽ ഏതിനാണ് ഏറ്റവും പ്രിവിലേജ് കൊടുക്കേണ്ടത് നമ്മൾ? ഓരോന്നും ഓരോ സ്ഥലത്തെത്തും ഓരോ കാര്യങ്ങളും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞ് അറ്റ് ദി എൻഡ് നമുക്ക് തിരിച്ചു പോകാനുള്ളൊരു ഇടം നമ്മളെ ഫാമിലിയാണ്. ബാക്കിയുള്ളിടത്തൊക്കെ ആ ഒരു കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ തീരും. അപ്പം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, അത് ഷെയർ ചെയ്യാനും അത് പറയാനും അത് സോൾവ് ചെയ്യാനും എല്ലാം നമുക്ക് തിരിച്ചു പോകാനുള്ളൊരു സ്ഥലം ഫാമിലി ആയതുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഫാമിലിയുമായി അറ്റാച്ച് ചെയ്ത കാര്യങ്ങളായിരിക്കണം എന്നുള്ളതാണ്. കുടുംബത്തിന് ഞാൻ ചെയ്യുന്ന കുടുംബത്തിന് വേണ്ടിയാണ് ആൾക്കാരങ്ങനെ പറയാറുണ്ട്, പലപ്പോഴും ആ ഒരു രീതിയിൽ തന്നെ ആയിക്കോളും എന്നുള്ള കാര്യങ്ങൾ. എന്നിരുന്നാലും പൊതുവെ നമ്മൾ അങ്ങനെ പറയാറുണ്ട്, എല്ലാം കുടുംബത്തിന് എല്ലാം നിനക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്. ശരിക്കും അങ്ങനെ ആവണം. ബാക്കിയുള്ളവർക്ക് വേണ്ടി ആവുമ്പോഴാണ് അത് കളറാവുള്ളൂ, അല്ലെങ്കിൽ അത് അത്രയും ഇൻട്രസ്റ്റിംഗ് ആവില്ല. നമുക്കിന് തോന്നും കുറച്ച് കഴിഞ്ഞാൽ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മളിലേക്ക് ഉള്ള കാര്യങ്ങൾ നോക്കുക, നമ്മൾ സ്വയം ഹാപ്പി ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫാമിലിയാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രൊഫഷണൽ ലൈഫും ബാക്കി കാര്യങ്ങളൊക്കെ പോകുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ രണ്ടാളും നോക്കുമ്പോൾ ഞങ്ങൾ ഒരേ പ്രൊഫഷനിലാണ്, ഒരേ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. മിക്കവാറും ഞങ്ങളുടെ ഫാമിലി ലൈഫും ക്ലിനിക്കിലാണ് ഏറെക്കുറെ സമയമൊക്കെ. ബാക്കിയുള്ള അങ്ങനെ തന്നെ ആയിക്കോളണമെന്നില്ല, അങ്ങനെ തന്നെ ആവണമെന്നില്ല. അപ്പോൾ തിരിച്ച് വന്ന് വീട്ടിലെത്തി നല്ല സമയങ്ങൾ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ഭയങ്കര രസകരമായിട്ട് കാര്യങ്ങൾ പോകും. ഇപ്പം വൈഫ് പറയുന്നത് കേൾക്കാനും നമുക്ക് പറയാനുള്ളൊരു സ്പേസും അത് പിന്നെ സപ്പോർട്ടീവായിട്ട് കേൾക്കണം. വെറുതെ ഇങ്ങനെ ഫോണിൽ നോക്കിയിട്ട് ആയിക്കോട്ടെ അതിന് പകരം അവർ ചോദിക്കും ഞാൻ ഇപ്പം എന്താ പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ കുടുങ്ങിപ്പോവും. അപ്പോൾ അതിൽ നല്ലത് സപ്പോർട്ടീവായിട്ട് കേൾക്കണം. അങ്ങനെ കേട്ട് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസകരമായിട്ട് കാര്യങ്ങൾ പോകും. നമ്മളെ കൂടെയുള്ള ആള് നമ്മളുടെ ഹാപ്പി അല്ലെങ്കിൽ അവരെന്തെങ്കിലും മുഖം വീർപ്പിച്ച് നിൽക്കുന്നത് കണ്ട് നമ്മൾ ഫുൾ ഡേ ആയിട്ട് പോകും. ഞാൻ ഒരു ദിവസം രാവിലെ ക്ലിനിക്കിൽ ഇറങ്ങി പോകുമ്പം മുഖത്ത് നോക്കുമ്പോൾ കടന്നിൽ കുത്തിയൊരു രീതിയാണ് മുഖമെങ്കിൽ ക്ലിനിക്ക് ഫുൾ കുളമാവും. നമുക്ക് പേഷ്യൻസ് നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ഡാർക്ക്നെസ് മൊത്തം കാണും. എന്നും ഹാപ്പിനെസ് ഉണ്ടാവില്ല, വിഷമങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, അത് വേറെ വിഷയം. അപ്പം നല്ല രീതിയിൽ നമുക്ക് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ഇത് കല്യാണം കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടോ? അത് കൈ പൊക്കാൻ പറ്റുമോ? എനിക്ക് കാണാൻ പറ്റുന്നില്ല, ഉണ്ടല്ലേ? അതായത് തിരിച്ച് ക്ലിനിക്ക് കഴിഞ്ഞ് നല്ല രീതിയിൽ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ഫാമിലി ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പം അറ്റ് ദി എൻഡ് നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ ഫാമിലി തന്നെ ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ബർക്കത്തുണ്ടാവും. ബർക്കത്ത് എന്നൊരു സാധനമില്ല, അത് നമുക്കുണ്ടാവും. നമ്മളതിൽ തൃപ്തരാകും. അപ്പം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഫാമിലിക്ക് തന്നെയാണ്. പ്രൊഫഷൻ നല്ല രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യണം. ഫുൾ ഫാമിലി നോക്കാനല്ല, പ്രൊഫഷണലായിട്ട് നമ്മളതിനെ മാനേജ് ചെയ്യണം. അപ്പോഴേ അതിലും ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ആ ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഫാമിലിയിലും വേണം. ഇപ്പോൾ ഹസ്ബൻഡ് നല്ല രീതിയിൽ ഓൺട്രപ്രണറൊക്കെ ആണെങ്കിൽ വൈഫ് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലെങ്കിലും അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ വൈഫും ആവണം, അല്ലെങ്കിൽ ആ പാർട്ട്ണർ ആവണം. അപ്പോഴേ അത് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. സാധാരണഗതിയിൽ പിന്നെ ഏതൊരാളുടെയും വളർച്ചയിൽ ഒരു സ്ത്രീ ഉണ്ടെന്നാ പറയാം, തളർച്ചയിലും ആ സ്ത്രീ ഉണ്ടാവും എന്നാ പറയാം. കാരണം ഇവർ ബാക്കിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് വലിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകില്ല. അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ. അറ്റ് ദി എൻഡ് നമുക്ക് പോകാനുള്ള ഫാമിലിയാണ്, അത് നല്ല രീതിയിൽ പോകണം. ബാക്കി കാര്യങ്ങളും നല്ല രീതിയിൽ പോകണമെങ്കിൽ ഫാമിലി ഹാപ്പി ആയിട്ടിരിക്കണം. ഇതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. സോ ഇവിടെ നമ്മുടെ 2 ഡോക്ടേഴ്സ് കപ്പിൾസും പറയുന്നത് ആ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഡോക്ടർ ആയാലും ഇത് തന്നെ പറഞ്ഞിരുന്നു, ഫാമിലിക്ക് എപ്പോഴും പ്രിയോറിറ്റി കൊടുക്കേണ്ടതുണ്ട്. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രൊഫഷനിൽ നിന്ന് നമ്മൾ പോയി കഴിഞ്ഞാലും നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനും നമ്മളെ ടേക്ക് കെയർ ചെയ്യാനും ഉണ്ടാവുക നമ്മുടെ ഫാമിലി തന്നെയായിരിക്കും. സോ ആ ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മളുടെ ഡിസ്കഷൻ ഇവിടെ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.